ഹലോ ഗെയ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം രണ്ടാഴ്ചത്തെ ഈസ്റ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് ഈ ആഴ്ച തൊട്ട് ക്ലാസ് തുടങ്ങുവാണ്. അപ്പം നമുക്ക് ചുമ്മാ കോളേജ് വരെ ഒന്ന് പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് വരാം. ഒരു പോകുന്നവർക്ക് ചെറിയ യാത്രയാവുമല്ലോ. അപ്പോൾ ഇസ്മി ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. അങ്ങനെ ഈസ്റ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞു. രണ്ടാഴ്ച ഈസ്റ്റർ വെക്കേഷൻ കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ സെമ്മ് തീരാറായി. രണ്ടാഴ്ചയും കൂടി രണ്ടാമത്തെ സെമ്മും തീരും. അത് കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് സ്റ്റേഷൻ. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ യൂണിഫോമിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് കോളേജിൽ പോകാം. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ആകെപ്പാടെ ID കാർഡ് മാത്രം. ഞാൻ പോകുമ്പോൾ ID കാർഡ് മാത്രം കൊണ്ടുപോകാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും ലാപ്ടോപ്പ് കൊണ്ടുപോകും. ബുക്കും പേന പോലും കൊണ്ടുപോകില്ല. അപ്പം നമുക്ക് പതുക്കെ നടക്കാം. ഇവിടുന്ന് അരമണിക്കൂറുണ്ട് കോളേജിലേക്ക് ട്യൂബ് കയറി പോകുമ്പോൾ. അപ്പം പോയാലോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ID കാർഡ് എടുത്തു, താക്കോലും എടുത്തു. എന്നാ ഇനി പതുക്കെ ചലിക്കാം. ഇപ്പോൾ ദിവസങ്ങൾ മുമ്പോട്ട് ചെല്ലും തോറും തണുപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ട്രെയിൻ കയറി, 2 ട്രെയിൻ കയറി പോകണം. ഇനി ഇവിടുന്ന് ജൂബിലൈൻ പിടിച്ചിട്ട് ജൂബിലയിൽ നിന്ന് ക്രീം വെച്ചിട്ട് നടക്കും. കൊള്ളാല്ലേ, അതല്ലേ, നല്ല എക്സ്പെൻസാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ UK റെയിൽവേ പാളങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞത്. ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ റെയിൽവേ പാളങ്ങൾ പോകുന്ന 2 സൈഡ് അവർ എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ച് മൂടി കെട്ടി വെച്ചേക്കും. അതായത് നമുക്കൊന്ന് ചാടണമെങ്കിൽ പോലും, അതായത് ടാപ്പ് ചെയ്യാതെ ഡ്രൈവർ കോഴ്സ് വഴി ഒരിക്കലും നമുക്ക് അപ്പുറത്തൊക്കെ ഇപ്പുറത്തേക്ക് ചാടാൻ പറ്റില്ല. അത് കണ്ടില്ലേ? അതുപോലെ മൊത്തം എന്തെങ്കിലും ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. എന്തായാലും സേഫ്റ്റി. നമ്മുടെ നാട്ടിൽ പേര് മൊത്തം തുറന്നിടക്കുക. ട്രെയിൻ വരുമ്പോൾ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, ട്രെയിൻ വരാതിരിക്കുമ്പോൾ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം റെയിൽവേ പാളത്തിലൂടെ. പക്ഷേ ഇവിടെ സംഭവം നടക്കില്ലെന്നാണ് ഞാൻ ഇതുവരെ കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് ഇറങ്ങേണ്ട 2ാമത്തെ സ്റ്റേഷനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്തേക്ക് ജൂബിലൈ പിടിക്കണം. ഇപ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ തിരിച്ചു വന്ന സമയത്ത് എനിക്ക് തിരക്കായിരിക്കുന്നു. പണ്ട് നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് എസ്കലേറ്റർ കയറാൻ എന്നെ പേടിയായിരുന്നു, അറിയോ? ഇപ്പം ഇതേലേ കയറി പോകും. അങ്ങനെ ജൂബിലൈൻ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ട്രെയിൻ ഒരെണ്ണം വന്നിട്ടുണ്ട്. നമ്മുടെ ആഴ്ചയെ പറ്റി ആ സാധനം ഡോറടിച്ച് പോകും ചെയ്യും. നോക്കാൻ കിട്ടുമെന്ന്. അപ്പോൾ ഇതാണ് ക്ലാസ്. ഇത്രയും പേരേ ഉള്ളൂ. ഇതേണ്ടേ അങ്ങോട്ട് തിരിക്കുന്ന പുള്ളിക്കാരത്തിയാണ് ട്യൂട്ടർ. ഇവിടെ എൻ്റെ ക്ലാസ്സിൽ കൂടുതലും പാകിസ്ഥാനികളാണുള്ളത്. നമ്മുടെ ഇന്ത്യൻസ് വളരെയധികം കുറവാണ്. ഇവിടെ എൻ്റെ ക്ലാസ്സിൻ്റെ പുറത്തേക്ക് നോക്കിയുള്ള കാഴ്ചകൾ കാണണ്ടേ? കാണിച്ചു തരാം. കണ്ടു അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ. ഇതേ ആ കാണുന്നതാണ് O2. ഇവിടെ ക്ലാസ് കട്ട് ചെയ്ത് കുറേ എണ്ണം ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരണോ? കാണിച്ചു തരാം. ഇതേ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? എല്ലാം ക്ലാസ് കട്ട് ചെയ്തിട്ടിരിക്കുന്ന. ഈ കോളേജ് മെയിനായിട്ടും സ്പെസിഫൈ ചെയ്യുന്നത് ആർട്ടും ഡിസൈനും മുതലായ ഫീൽഡിലുള്ള കോഴ്സുകളാണ് മെയിനായിട്ടും സ്പെസിഫൈ ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫി ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, അനിമേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും ഇവിടെ കോഴ്സ് എടുക്കുന്നുണ്ട്. നമുക്ക് കോളേജിൻ്റെ പുറയത്തെ കാഴ്ച കണ്ടാലോ? നല്ല വ്യൂ ആട്ടോ കോളേജിൻ്റെ പുറകിൽ. കാണിച്ചു തരാം. ഇത് പുറകിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ്. കളർ ബ്രിഡ്ജ് എന്ന് പറയും. ഇതാണ് കോളേജിൻ്റെ ഒരു സൈഡ്. ഈ കാണുന്നത് അണ്ടർഗ്രൗണ്ടിൻ്റെ എയർപാത്താണേ.
ഇതാണ് കോളേജിൻ്റെ ബാക്ക് സൈഡ്. ഇപ്പോൾ സമയം കളയണ്ട, നമുക്ക് തിരിച്ചു പോകാൻ പതുക്കെ. അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ചലിക്കുകയാണ്. തന്നെ എൻ്റെ പുറകെ കാണുന്ന ആ സ്പെയർമാൻ്റെ പോലെ വല വലിക്കുന്ന സാധനമില്ലേ, അതാണ് കോളേജ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അധികം താമസിക്കാതെ കാണാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്മി ഷാരോൺ. ബൈ.